ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാബുദാന പുഡിംഗ് ആണ്. സാബുദാന എന്നാൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചൊവ്വരിയാണ്. ഇത് നല്ലൊരു എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇതിൽ ധാരാളം ഫ്രൂട്ട്സും പാലും എല്ലാം അടങ്ങിയതിനാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചൊവ്വരിയാണ്. അതിൽ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ കുതിർത്തി 1 മണിക്കൂർ നേരം നമ്മൾ വെക്കണം. അങ്ങനെ 1 മണിക്കൂറായി. ഇനി നമ്മൾ ഇത് ഊറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ അതിൽ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി നമുക്ക് ഒരു 20 മിനിറ്റ് നേരം ഇതിനെ ഒന്ന് ഇളക്കി വേവിക്കണം. അപ്പോഴാണ് നല്ല ജെല്ല് പരുവത്തിൽ ഇത് വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതേ പരുവത്തിൽ നമ്മളാക്കിയെടുക്കണം. നല്ല പോലെ വെന്ത് കിട്ടും. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് പോലെ ആയിരിക്കും. ഇതേമാതിരി നല്ല പോലെ ആക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളതിങ്ങനെ ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ച് നമ്മളിതിങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ നല്ല പോലെ കട്ടിയായി കിട്ടും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കസ്റ്റർഡ് പൗഡറാണ്, 1 ടീസ്പൂണ്, ഒരു വലിയ ടീസ്പൂണ്. ഇനി നമുക്കതിൽ 1/2 കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇത് നമ്മൾ ഒഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലുള്ള ഒരു രുചിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇതേമാതിരി കലക്കി നമുക്ക് വയ്ക്കാം. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ 2 കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാല് നല്ല പോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൊടി ചേർത്തത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ ഈ കുറുക്കിയത് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് തണുപ്പിച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് തണുപ്പിച്ച് എടുത്തതാണ്. ഒരുവിധം നല്ല തണുപ്പാവുമ്പോൾ നമുക്കെടുക്കാം. ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുവിധം തണുത്ത് കിട്ടും. ഇനി നമ്മുടെ ചൊവ്വരി ഇതേപോലെ ആക്കി വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ്. നമ്മൾ മാതള നാരങ്ങ 1 കപ്പ്, അതേപോലെ തന്നെ കിവി ആവശ്യം പോലെ എടുക്കാം. 1 വേണമെങ്കിൽ 1, 2 വേണമെങ്കിൽ 2 എടുക്കാം. ഞാൻ 1 കിവിയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ആപ്പിള് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാ ഫ്രൂട്ട്സും ചേരുമ്പോൾ നമുക്ക് വളരെ നല്ലതായിരിക്കും. ഇനി ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങ കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടതായിട്ടാണ് പഴം. ഞാൻ പഴം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യം പോലെ എടുക്കാവുന്നതാണ്.
ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബദാമൊക്കെ ഇട്ട് കൊടുക്കാം, ഗാർണിഷ് ചെയ്യാം. ഇതിൻ്റെ മേലെ എല്ലാം ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മാതള നാരങ്ങയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായിരിക്കും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അതേപോലെ എല്ലാ ഫ്രൂട്ട്സുകളും നമ്മളൊരുവിധം ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിൽ ഹെൽത്ത് ഗുണങ്ങളും ധാരാളമായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ഈ ചാനലിൽ പുഡിങ് നമ്മുടെ കണ്ടിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ സ്മൂത്തികളും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.